എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൂടെ ചെയ്യണം. പുതിയ കൂട്ടുകാർ എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി വലിയതായിട്ടുള്ള ഒരു സ്റ്റോറേജ് ബാഗ് നമ്മൾ ഇന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് തുണികളൊക്കെ ഇതിനകത്ത് മടക്കി നമുക്ക് അടച്ചിതുപോലെ വെക്കാനായിട്ട് പറ്റും. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ 5 പൈസ മുടക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ അരിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന അരിച്ചാക്കുണ്ടല്ലോ, ആ അരിച്ചാക്കും നമ്മുടെ പഴയ ഏതാണോ ഒരു ഡ്രസ്സ്, ആ ഒരു ഡ്രസ്സ് കൂടെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അരിച്ചാക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിച്ചാക്ക് കട്ട് ചെയ്തെടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വശത്ത് നല്ല കട്ടിയുണ്ട്, ഒരു വശത്ത് അരിച്ചാക്കിൻ്റെ കട്ടി കുറവാണ്. അപ്പോൾ ആ കട്ടി കുറഞ്ഞ ഭാഗത്തുനിന്നും കുറച്ച് ഞാൻ കട്ട് ചെയ്ത് ഈ ഒരു കട്ടിയുള്ള സ്ഥലത്ത് ഞാൻ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് വിചാരിക്കുന്ന അത്രയും നീളം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് എടുത്തിരിക്കുന്ന നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46 ഇഞ്ച് നീളവും നമ്മുടെ അരിച്ചാക്കിൻ്റെ വീതിയും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. വീതി നോക്കുമ്പോൾ 25 ഇഞ്ച് വീതിയാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ അരിച്ചാക്കിൻ്റെ അളവിൽ തന്നെ തുണി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇതൊരു പഴയ എൻ്റെ ഒരു നൈറ്റി ആയിരുന്നു കേട്ടോ. നൈറ്റിയുടെ മേൽഭാഗം എല്ലാം കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൈറ്റി തുണി ഇങ്ങനെ വിരിച്ചിട്ടിട്ട് അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഈ ചാക്ക് വയ്ക്കാം. ചാക്ക് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നൈറ്റി തുണി കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ആ കൂടുതലായിട്ട് കിടക്കുന്നത് നമുക്ക് ഇതുപോലെ മടക്കി വെക്കുക. ചാക്കിനോട് ചേർത്ത് ഇതുപോലെ മടക്കി വെച്ചിട്ട് ആ ഒരു വീതിയിൽ തന്നെ 4 സൈഡും നമുക്ക് തയ്ച്ചെടുക്കണം. ഇത് കണ്ടോ, എക്സ്ട്രാ ആയിട്ട് മുന്നോട്ട് നമ്മുടെ നൈറ്റ് തുണി കിടക്കുന്നില്ലേ, അതിങ്ങനെ മടക്കി ആ ചാക്കിനോട് ചേർത്ത് വെച്ച് 4 സൈഡും തയ്ക്കുകയും വേണം. പിന്നെ ഇതിനോട് ഇടയ്ക്കൂടെ നമുക്കൊന്ന് സ്റ്റിച്ചിങ് കൊടുക്കണം. നമ്മുടെ ഈ ചാക്കും നമ്മുടെ തുണിയും കൂടെ ഒരുമിച്ചിരിക്കാൻ വേണ്ടി ഇടയ്ക്കൂടെ ലൈനിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ ചാക്കും നമ്മുടെ തുണിയൊക്കെ ആയിട്ട് ഈ സാധാ മെഷീനിൽ വെച്ച് തയ്ക്കുമ്പോൾ വല്ല പ്രശ്നമുണ്ടോ എന്ന് ഏതെങ്കിലും കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിന് മുമ്പ് ഞാൻ ചാക്കൊക്കെ വെച്ചിട്ട് ബാഗൊക്കെ തയ്ച്ച് കാണിക്കുമ്പോൾ ഒക്കെ എനിക്ക് കമൻറ്റ് വരുമായിരുന്നു. ഓരോ കൂട്ടുകാർ ചോദിക്കുമായിരുന്നു കേട്ടോ, അങ്ങനെ ചാക്കൊക്കെ വെച്ച് സാധാ മെഷീനിൽ തയ്ക്കാൻ പറ്റുമെന്ന്. ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതാ എൻ്റെ സാധാ മിറിറ്റിൻ്റെ ഒരു മെഷീനാണ്, അതിലാണ് നമ്മൾ ഈ ചാക്കൊക്കെ വെച്ച് തയ്ക്കുന്നത്. ഒരു കുഴപ്പമില്ല, കാണിക്കൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് 4 സൈഡും തയ്ച്ചിട്ട് ഇടയ്ക്കൂടെ നമുക്ക് ഈ ചാക്കും നമ്മുടെ ഈ തുണിയും കൂടെ ഇടയ്ക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ അത് ഒരുപോലെ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ചാക്ക് ലൂസായിട്ടും തുണി ലൂസായിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത്രയൊന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ 4 സൈഡും തയ്ക്കുന്ന ഓടിച്ച് വിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ഇതിൻ്റെ 4 സൈഡ് എങ്ങനെയാണ് തയ്ക്കേണ്ടത്. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കാണിക്കുന്നതാണ് കേട്ടോ, കുറച്ച് ഭാഗം ഒന്ന്. അങ്ങനെ 4 സൈഡും തയ്ച്ചിട്ടുണ്ട്. ഇടയ്ക്കൂടെ ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ രണ്ടായിട്ടൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ആ മേളുവശം ഓപ്പൺ ആക്കിക്കൊണ്ട് ഇതിൻ്റെ 2 സൈഡും നമുക്കൊന്ന് നേരെ ഒന്ന് തയ്ച്ച് വെക്കണം. അതായത് ഈ കാണിക്കുന്ന 2 സൈഡും ഒന്ന് തയ്ച്ചുകൊണ്ട് വരണം. അപ്പോൾ തയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. മേൽവശം ഒന്നും ചെയ്യല്ല, 2 സൈഡും ഒന്ന് തയ്ച്ചുകൊണ്ട് വരണം. ഇതാ അങ്ങനെ തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ മേൽവശം ഓപ്പണാണ്. ഇപ്പോൾ 2 സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട്, താഴ്വശം ക്ലോസ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ടേപ്പ് എടുത്തിട്ട് ഒരു 5 ഇഞ്ച് വെച്ച് നമുക്കൊന്ന് അടയാളം ചെയ്ത് കൊടുക്കുക. സ്ക്വയറായിട്ട് 2 സൈഡും ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഒരിടത്ത് കറക്റ്റായിട്ടൊന്ന് 5 ഇഞ്ച് വീതി 5 ഇഞ്ച് നീളം കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ട് സ്ക്വയർ പീസായിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഒരു പീസ് എടുത്ത് അടുത്ത സ്ഥലത്ത് വെച്ച് കൊടുത്ത് അവിടെ കൂടെ ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. 2 സ്ഥലം കൂടെ ഒന്ന് കട്ട് ചെയ്യണേ. അപ്പോൾ അത്രയൊന്നും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ക്വയറായിട്ട് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഒരിടത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പീസ് എടുത്ത് അടുത്ത സൈഡിലൂടെ വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇതാ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ,
ഇനി നമുക്ക് ഇപ്പോൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത ഭാഗം ഇതാ ഇതുപോലെ എടുത്തിട്ട് അവിടെ അങ്ങ് ക്ലോസ് ചെയ്യണം. 2 സൈഡും ക്ലോസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയൊന്ന് നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. സ്ക്വയറായിട്ട് കട്ട് ചെയ്ത 2 സ്ഥലം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടി പ്ലെയിൻ ആയിട്ടൊരു തുണി എടുത്തിട്ട് ഇതുപോലെ നേരെ വെച്ച് തയ്ച്ചിട്ട് ചെറിയ വീതിയിൽ അവിടെ മടക്കി തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗത്ത് കാണുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. പിന്നെ ഇതുപോലെ ഉൾഭാഗത്ത് ഈ ചാക്ക് ഇങ്ങനെ കാണണ്ടാത്തവർക്ക് ഇതിൻ്റെ കൂടത്തിൽ ഒരു പീസ് തുണിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചാക്ക് നടുക്ക് ഭാഗത്ത് വെച്ചിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാക്ക് ഇങ്ങനെ ഉൾഭാഗത്ത് കാണത്തില്ല കേട്ടോ. അതിന് പകരമായിട്ട് ഒരു തുണിയും കൂടെ വേണമെങ്കിൽ വെച്ച് തയ്ക്കാം. അപ്പോൾ ഞാൻ ചാക്ക് ഉൾഭാഗത്തും വെച്ച് പുറത്ത് നമ്മുടെ നൈറ്റി തുണിയും കൂടെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഉൾഭാഗത്ത് ഇങ്ങനെ ചാക്ക് കാണണ്ടെന്നുണ്ടെങ്കിൽ ഒരു പീസ് തുണി സെയിം അളവിലെടുത്തങ്ങ് വെച്ച് തയ്ച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഒരു വശത്ത് നമ്മൾ ചെറിയ വീതിയിൽ ആ ഒരു തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ മടക്കി തയ്ച്ചിട്ടുണ്ട്. അടുത്ത വശത്തും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതാ ഇപ്പോൾ 2 വശവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ കോണായിട്ട് തയ്ച്ച ഭാഗം തയ്യൽ തുമ്പ് കാണത്തില്ല, നല്ല നീറ്റായിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നല്ല വശമാക്കി എടുക്കണം കേട്ടോ. നല്ല വശമാക്കി നന്നായിട്ട് കൈയിട്ടത് കറക്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ല വശമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശത്തൊരു കാര്യം ചെയ്യാനുണ്ട്. ഈ നമ്മുടെ സ്റ്റോർ ബാഗിനെ ഇതിങ്ങനെ 4 സൈഡ് വരുന്നിടത്ത് നല്ല വശത്തൂടെ നമുക്ക് നേരെ ഒന്ന് തയ്ച്ച് വെക്കണം. ഇത് കണ്ടോ, അതിൻ്റെ 4 മൂല എടുക്കുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ആ നല്ല വശത്തൂടെ അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് തയ്ക്കണം. അപ്പോഴേ നല്ലൊരു ഷേപ്പ് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മുടെ ബാഗിനൊരു ഷേപ്പ് കിട്ടും. ഇതുപോലെ 4 മൂല എടുത്തിട്ട് നേരെ അങ്ങ് തയ്ച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് തയ്ക്കുന്ന കാണിച്ചിട്ടില്ല. ഇതാ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇതുപോലെ വരും. കണ്ടോ, ഇത് കണ്ടോ, നല്ല ഷേപ്പായി വന്നിട്ടില്ലേ. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 2 സൈഡിൽ നമുക്ക് വള്ളി പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വള്ളി തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഒരു 18 ഇഞ്ച് നീളത്തിൽ വള്ളി തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇതാ നീളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വള്ളിക്ക് എടുക്കാം കേട്ടോ. നമുക്ക് ഒരിടത്തുനിന്ന് ഇതൊന്ന് എടുത്ത് പൊക്കിക്കൊണ്ട് വെക്കണമെങ്കിൽ 2 സൈഡിലും വള്ളി വേണമല്ലോ. അപ്പോൾ ആ വള്ളി നമുക്ക് ഇതിൻ്റെ 2 സൈഡിലായിട്ട് തയ്ച്ച് പിടിപ്പിക്കണം. ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഒരു സൈഡിൽ ഞാൻ വെച്ച് കാണിക്കുകയാണ്. ഇത് വള്ളി തയ്ക്കുന്ന കാണിക്കുന്നില്ല, ഇതുപോലെ വെച്ച് കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കൂടെ വള്ളി അങ്ങ് തയ്ച്ച് വെച്ചാൽ മതി. ഒന്നും അറിയാനില്ല കേട്ടോ. 2 സൈഡിലും 2 വള്ളി വേണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ 2 സൈഡിലുമായിട്ട് ഞാൻ വള്ളി തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് ഓപ്പൺ ആയിരിക്കുന്നിടത്തേക്ക് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഒരു തുണി നമുക്ക് പിടിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മേൽവശത്ത് എത്ര ഇഞ്ച് നീളവും വീതിയും ഉണ്ടെന്ന് നമുക്ക് ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കണം. അപ്പോൾ ഇത് ഒരു സൈഡിൽ നിന്ന് വീതി നോക്കണേ, ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ മതി. അപ്പോൾ നോക്കുമ്പോൾ ഇതാ 11 ഇഞ്ച് കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ നീളം നോക്കാം. അതിൻ്റെ നീളം എത്ര, നീളം കൂട്ടിയെടുക്കണം. അതിനേക്കാളും കൂടുതൽ ആ കാണിക്കുന്നതിനേക്കാളും കുറച്ചൊരു 4 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കണം. കാരണം ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വന്ന് മടങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതനുസരിച്ചുള്ള തുണി ഞാനിവിടെ നമ്മുടെ അരിച്ചാക്കുമായിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഇടയ്ക്കൂടെ ലൈനിട്ട് അരിച്ചാക്കുമായിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു തുണി ഇതാ ഇതുപോലെ സൈഡിലായിട്ട് നേരെ അങ്ങ് തയ്ച്ച് വെച്ചാൽ മതി. ഇതാ ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ ക്ലോസ് ചെയ്യുന്ന ഭാഗത്തേക്ക് 2 വെൽക്രോയും കൂടെ തയ്ച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുണികളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് എത്ര ഇഞ്ച് നീളം വീതിയിലും എടുത്തിരിക്കുന്നതെന്ന് പറയാവേ. ഇതിൻ്റെ വീതി വന്നിട്ട് 11 ഇഞ്ചായിരുന്നു, പിന്നെ നീളം 16 ഇഞ്ചിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്ര വലുതായിട്ടുള്ള സ്റ്റോർ ബാഗാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് ടേപ്പ് വെച്ച് അളന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇതുപോലെ ക്ലോസ് ചെയ്ത് കിടക്കുന്ന പോലെ ഒരു തുണി അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് അരിച്ചാക്കുമായിട്ട് വെച്ച് തയ്ച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡിൽ അങ്ങ് ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ഇത് വലിയൊരു സ്റ്റോർ ബാഗാണ് കേട്ടോ. അത് ഈസി ആയിട്ട് ആർക്കും തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, താഴെ വശമൊക്കെ നല്ല അടിപൊളി ആ ഷേപ്പായിട്ട് തന്നെ നമുക്ക് തയ്ച്ച് കിട്ടിയിട്ടുണ്ട്.
ഇതിൻ്റെ ഉള്ളിൽ കുറേ ഡ്രസ്സുകൾ നമുക്ക് മടക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് ഉള്ളിൽ നമുക്കൊരു ലൈനിങ് തുണിയും കൂടി ഇട്ട് തയ്ക്കണമെങ്കിൽ തയ്ച്ചോ കേട്ടോ. അത് ഞാൻ പറഞ്ഞായിരുന്നു ഇടയ്ക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ ചാക്ക് ഉള്ളിൽ കാണണ്ടെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഞാൻ അതിനകത്തേക്ക് തുണികൾ മടക്കി വെക്കുകയാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കാത്ത തുണികളെല്ലാം ഇതുപോലെ മടക്കി വെച്ച് ഇത് ക്ലോസ് ചെയ്ത് അങ്ങ് വെച്ചാൽ മതി. ഒരിടത്ത് ഒതുങ്ങി ഇരുന്നോളൂ കേട്ടോ. തുണി വെക്കാൻ സ്ഥലം കുറവുള്ളവർക്കൊക്കെ ഇതുപോലെ ഒരെണ്ണം തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. അപ്പോൾ വേണ്ടാത്ത ബെഡ്ഷീറ്റ്, പുതപ്പ് ഇതൊക്കെ നമ്മൾ എപ്പോഴും എടുക്കാത്തതൊക്കെ ഇതുപോലെ നമുക്ക് അലമാരി സ്ഥലം കുറവാണെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതാണ്. 10 പൈസ ചിലവില്ല നമുക്ക് ഈ ഒരു സ്റ്റോർ ബാഗ് തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ. തയ്ച്ചെടുക്കാനായിട്ട് നമ്മുടെ പഴയ ഒരു ഡ്രസ്സും പിന്നെ ഒരു അരിശാക്കും കൂടെ കിട്ടിയാൽ മാത്രം മതി കേട്ടോ. നിമിഷ നേരം കൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇതുണ്ട് ഫുള്ളായിട്ട് തുണിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്തങ്ങിടാം. പിന്നെ നമ്മൾ വള്ളി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെവിടെയാണോ കൊണ്ട് വെക്കേണ്ടത് അവിടെ നമുക്കിതുപോലെ തൂക്കിയെടുത്തുകൊണ്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോർ ബാഗ് ഒന്നും തയ്ക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.